ഓക്കെ, എൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത് ജിമ്മിൽ പോകുന്ന ഫിറ്റായിട്ടുള്ള ആൾക്കാരും അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ വണ്ണം കുറച്ച് മീൻസ് അത്യാവശ്യം മസിൽ ഗെയിൻ എല്ലാം ചെയ്ത് കുറച്ച് ഫിറ്റായി ടോൺഡ് ബോഡിയായി. മസിൽ ഗെയിൻ ചെയ്യുന്നതിന് തന്നെയാണ് ടോൺഡ് ബോഡി എന്ന് പറയുന്നത്. ചെറുതായിട്ട് മസിൽ ഗെയിൻ ചെയ്യുമ്പോഴാണ് ബോഡി ഒരു ടോൺഡ് ലുക്കിലോട്ട് വരുന്നത്. അങ്ങനെ അത്യാവശ്യം ഒരു ടോൺ ലുക്കിലായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ഏജ് ഒരു 28 ലാസ്റ്റ് അങ്ങനെ അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ, കാരണം പ്രോട്ടീൻ റിച്ച് ഫുഡെല്ലാം കഴിക്കുമ്പോൾ എന്താണ് ഇൻറ്റേർണലി അതുകൊണ്ടുണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആയിരുന്നു, 200 ആയിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് വീക്കിലി വൺസ് എല്ലാം ചീറ്റ് മീലൊക്കെ എടുക്കും. മീൻസ് മന്തി കഴിക്കും, അല്ലെങ്കിൽ വീക്കിലി ചിലപ്പം വീക്കെൻഡിൽ KFC കഴിക്കും. അങ്ങനെ ആദ്യമായിട്ട് ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഭയങ്കര മിസ്റ്റേക്കാണ്. മീൻസ് വീക്കെൻഡിൽ ശനി ഞായറാകുമ്പോൾ ചീറ്റ് ഡേ ആക്കും. അങ്ങനെ കുറേ നാൾ പോയിട്ടും ആദ്യത്തെ ആ ജിമ്മിൽ പോവാതിരുന്നതിനെക്കാട്ടിലും ബോഡി ഇമ്പ്രൂവ് ആവും. പക്ഷേ ഈ ചീറ്റ് മീൽ കാരണമാണ് നല്ലൊരു പ്രോഗ്രസ്സിലോട്ട് പോവാത്ത. നമ്മൾ ഈ ചീറ്റ് മീലും സ്കിപ്പ് ചെയ്ത് കുറച്ച് മാസം കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോപ്പർ പ്രോട്ടീൻ റിച്ച് ഡയറ്റിലെല്ലാം പോകുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യമായിട്ട് ഒരാൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വീക്കെൻഡിലെല്ലാം ഇങ്ങനത്തെ ജങ്ക് ഫുഡെല്ലാം കഴിക്കും. എന്നാലും നമ്മൾ വിചാരിക്കും വീക്കിലി അല്ലേ ഉള്ളൂ. അതിനെക്കാട്ടിലും മുന്നേ നമ്മൾ വിചാരിക്കുന്ന വേറൊരു കാര്യം, ജിമ്മിൽ പോകുന്നതുകൊണ്ട് നന്നായിട്ട് ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കും. ഞാൻ ആദ്യം ജിമ്മിൽ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ നോക്കാമായിരുന്നു. കാരണം ജിമ്മിൽ പോകുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കാം, അപ്പോൾ നമ്മൾ സ്ലിമ്മായിട്ടിരിക്കും, ഫുഡും കഴിക്കാം അങ്ങനെ തോന്നും. കാരണം നമ്മുടെ വിശപ്പ് കൂടും, മെറ്റബോളിസം കൂടും, നന്നായിട്ട് നമുക്ക് വിശക്കാൻ തുടങ്ങും. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മളൊരിക്കലും ഈ ചീറ്റ് മീൽ നമ്മൾ പരമാവധി ചീറ്റ് മീൽ സ്കിപ്പ് ചെയ്യണം. മന്ത്ലി വൺസ് ഒക്കെ നമുക്ക് ഓക്കെ, അത് പിന്നെയും അഡ്ജസ്റ്റ് ആക്കാം. പക്ഷെ അല്ലാതെ ചീറ്റ് മീൽസ് സ്കിപ്പ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബോഡി ഇടയ്ക്കിടയ്ക്ക് ഈ ചീറ്റ് മീലെല്ലാം കൊടുത്ത് നമുക്ക് മടിയായിട്ട് നമ്മൾ തിരിച്ച് പിന്നെയും നമ്മുടെ നല്ല പ്രോഗ്രസ് ആവാൻ പിന്നെയും സമയമെടുക്കും. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് ജിമ്മിലോട്ട് പോയി എത്രയും പെട്ടെന്ന് ഗുഡ് റിസൾട്ട് കാണുമോ അത്രയും നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങും. നല്ലപോലെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന ശേഷം നമ്മളെ ബോഡി ഒന്ന് സെറ്റായിട്ടാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല. ഇൻ ദ സെൻസ് നമ്മളൊരിക്കലും പിന്നെ അത്ര ഒരു ബാഡ് ഡയറ്റിലോട്ട് പോവില്ല. കാരണം ഇത്ര ഒരു മോർ ദാൻ 3 ഇയേഴ്സ് മോർ ദാൻ 3 മന്ത്സ് ജിമ്മിൽ പോകുമ്പോൾ തന്നെ ജിം അഡിക്ഷനാവും. ഓൾമോസ്റ്റ് 1.5 ഇയർ ആയപ്പോൾ തന്നെ ഇപ്പോൾ ഒരു ചീറ്റ് ഡയറ്റ് എടുക്കാൻ നല്ല കുറേ ഫുഡെല്ലാം അവൈലബിൾ ആയിട്ടുള്ള അങ്ങനത്തെ പാർട്ടി അങ്ങനെ ഇങ്ങനെ പോയാലും മാക്സിമം നമ്മൾ സ്വയം നല്ല ഫുഡ് തന്നെ പിന്നെ തിന്നാൻ നോക്കത്തുള്ളൂ. മീൻസ് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ഗുഡ് റിസൾട്ട് വരെ